ഹലോ ഫ്രണ്ട്സ്, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ നടക്കുന്ന PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഗ്ലാസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് വയൽ, ആംബ്യൂൾസ് ആൻഡ് ട്രാൻസ്ഫ്യൂഷൻ ബോട്ടിൽ ഈസ് ഡാഷ്. കറക്റ്റ് ആൻസർ: glass used for the preparation of vial, ampules and transfusion bottle is neutral glass. Question number 2. Materials used for construction of closure. Correct answer: materials used for construction of closure are cork, rubber and metals, glass and plastic. Question number 3. Vulcanizing agent used in rubber is dash. Correct answer: vulcanizing agent used in rubber is sulfur. Question number 4. Propellant used in aerosol. Correct answer: propellants used in aerosol are difluoromethane, trichloromonofluoromethane, dichlorotetrafluoroethane. Question number 5. Ball mill work on the principle of dash. Correct answer: ball mill work on the principle of impact and attrition. Question number 6. The principle involved in the hammer mill is dash. Correct answer: principle involved in hammer mill is impact. നമുക്കിവിടെ മെക്കാനിസം ഓഫ് സൈസ് റിഡക്ഷനെ കുറിച്ചും അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വിവിധങ്ങളായ അപ്പാരറ്റസിനെ കുറിച്ചും ഓരോ തരത്തിലുള്ള മെറ്റീരിയൽസിന് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഒന്ന് ജസ്റ്റ് നോക്കിപ്പോകാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് ബോൾ മിൽ, അത് ആട്രീഷൻ ആൻഡ് ഇമ്പാക്റ്റ് ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ബോത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഗ്രൈൻഡിങ് പ്രോസസ് ആൻഡ് പ്രൊഡ്യൂസ് വെരി ഫൈൻ പൗഡേഴ്സ് ആൻഡ് ടു ഗ്രൈൻഡ് ടോക്സിക് മെറ്റീരിയൽസ്. നെക്സ്റ്റ് വൺ ഹാമർ മില്ലാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ആണ്. യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഡ്രൈ മെറ്റീരിയൽ, വെറ്റ് ഫിൽറ്റർ കേക്ക്, ഓയിൻമെൻറ്റ്സ് ആൻഡ് സ്ലറീസ്. നെക്സ്റ്റ് എഡ്ജ് റണ്ണർ മില്ലാണ്. ക്രഷിംഗ് ആൻഡ് ഫ്രിക്ഷൻ ആണ് പ്രിൻസിപ്പിൾ. എഡ്ജ് റണ്ണർ മില്ലിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്രഷിംഗ് ആൻഡ് ഫ്രിക്ഷൻ. ഉപയോഗിക്കുന്നത് ടു റെഡ്യൂസ് ദി പാർട്ടിക്കിൾ സൈസ് ഓഫ് എക്സ്ട്രീംലി ടഫ് ആൻഡ് ഫൈബ്രസ് റൂട്ട് ആൻഡ് ബാർക്ക്. ഇത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വന്നിട്ടുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. ഏത് അപ്പാരറ്റസ് ആണ് ടഫ് ആൻഡ് ഫൈബ്രസ് റൂട്ടിൻ്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നുള്ളത്, സൈസ് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് എഡ്ജ് റണ്ണർ മില്ലാണ്. നെക്സ്റ്റ് വൺ ഡിസിൻറ്റിഗ്രേറ്റർ ആണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ആൻഡ് ഗ്രൈൻഡിങ് ആണ്. ഫോർ പൗഡറിങ് വെരി ഹാർഡ് ഡ്രഗ് ഇൻക്ലൂഡിങ് ക്രൂഡ് വെജിറ്റബിൾസ് ഡ്രഗ്. നെക്സ്റ്റ് വൺ കൊളോയിഡ് മില്ല്. ഇതിനെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അറിയാനുള്ളത് പ്രീവിയസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അത് വിച്ച് മിൽ കൺസിസ്റ്റ് ഓഫ് എ കോണിക്കൽ റോട്ടർ ആൻഡ് എ സ്റ്റാർട്ടർ. അതിൻ്റെ കറക്റ്റ് ആൻസർ കൊളോയിഡ് മില്ലാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷൻ, ഇമൽഷൻ, ലോഷൻ, ഓയിൽമെൻറ്റ്സ് ആൻഡ് ക്രീംസ്. നെക്സ്റ്റ് വൺ ഈസ് റോളർ മിൽ. ഇറ്റ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് കംപ്രഷൻ ആൻഡ് അട്രീഷൻ. ഫ്ലൂയിഡ് എനർജി മിൽ ഈസ് ആൾസോ യൂസ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി which do not have any moving part in grinding area. It is used to reduce particle up to 5 micron or less. It is suitable for thermolabile substances like vitamin, enzymes and antibiotics. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. Genetically determined abnormal drug reaction. Correct answer: genetically determined abnormal drug reaction is idiosyncrasy. Question number 7. The main ingredient of universal antidote is dash. Correct answer: the main ingredient of universal antidote is activated charcoal. Universal antidote is a mixture of 2 parts of activated charcoal, 1 part of tannic acid and 1 part of magnesium oxide. Question number 8. Creatinine clearance is used as a measurement of dash. Correct answer: creatinine clearance is used as measurement of glomerular filtration rate. Question number 9. Azathioprine is used primarily as a dash. Correct answer: azathioprine is primarily used as immunosuppressive agent.
Question number 10. The major mechanism of degradation of drug in GI tract is dash. Correct answer. Major mechanism of degradation of drug in GI tract is hydrolysis. നമുക്കിവിടെ ടെസ്റ്റുകളെ കുറിച്ച് കൂടി നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകളെ കുറിച്ച്. ബോൺ ട്രാജർ ടെസ്റ്റ് ഫോർ ആന്ത്രാക്വിനോൺ ഡെറിവേറ്റീവ്സ് ഓർ ആന്ത്രസിൻ ഗ്ലൈക്കോസൈഡ്, ലീഗൽ ടെസ്റ്റ് ഫോർ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്, ബാർഫോയിഡ് ടെസ്റ്റ് ഓർ മോളിഷസ് ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്. Carprase reaction is done for vitamin A, Lieberman-Bouchard test for steroid or cholesterol, Murex test for xanthin alkaloid, Thaliokin test for cinchona alkaloid, Vitalis test for tropane alkaloid. Saponification test is done for fixed oil and fat. നമുക്കിവിടെ വൈറ്റമിൻസിനെ കുറിച്ച് കൂടി നോക്കാം. Vitamins are two types, fat soluble vitamins and water soluble vitamins. Vitamin A, vitamin D, vitamin E and vitamin K are fat soluble vitamins. Vitamin A is also known as retinol. It is present in carrot and shark liver oil. Its deficiency causes night blindness. Vitamin D is also known as calciferol. Good source of vitamin D is cod liver oil. It is also produced by sunlight in skin. Its deficiency causes rickets in children, osteomalacia in adult. Vitamin E or alpha tocopherol is also known as anti-sterility vitamin or antioxidant vitamin. Vitamin K is present in cabbage, tomato, soybean and its deficiency causes hemorrhage. The next category is water soluble vitamin. First one is vitamin B1. It is always known as thiamine or anurin. Its deficiency causes beriberi. Next one is vitamin B2 or riboflavin. Its deficiency causes chlosis and eriboflavinosis. Vitamin B2 is present in milk, yeast, egg, mussels, kidney and green vegetables. Next one is vitamin B3. It is otherwise known as nicotinic acid or niacin. Its deficiency causes a condition pellagra. Now it is present in cereals and pulses. Next one is vitamin B5. It is otherwise known as pantothenic acid. Its deficiency causes alopecia. It is present in liver, meat, kidney and egg. Next one is vitamin B6 or pyridoxine. Its deficiency causes fits and convulsion in children and it is also cause vomiting of pregnancy. It is present in liver, meat, kidney and egg. Next one is folic acid or terryl glutamic acid. Its deficiency causes megaloblastic anemia. It is present in meat, liver, milk and leafy vegetables. Next vitamin H or biotin. Its deficiency causes hypercholesterolemia and dermatitis. Next one is vitamin B12 or cyanocobalamin. Its deficiency causes pernicious anemia. It is present in liver and kidney. Next one is inositol. Its deficiency causes loss of hair and is present in cereals. Next one is vitamin C or ascorbic acid. Its deficiency causes scurvy and is present in citrus fruits. ഇനി നമുക്ക് ഗ്ലാൻഡുകളെക്കുറിച്ചും ഹോർമോണുകളെക്കുറിച്ചും അവയ്ക്കുണ്ടാകുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ചും കൂടി നോക്കാം. ഫസ്റ്റ് വൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അതിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് ഗ്രോത്ത് ഹോർമോൺസ്, പ്രൊലാക്റ്റിൻ, തൈറോട്രോപിക് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടൈനിസിങ് ഹോർമോൺ ആൻഡ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. Disorders due to hypersecretion of growth hormone which causes gigantism in young and acromegaly in adult. Disorders due to hyposecretion of growth hormone that cause dwarfism in young, acromegalia in adult. Intermediate pituitary which secrete melanocyte stimulating hormone, posterior pituitary which secrete oxytocin and vasopressin. Here, disorders due to hyposecretion of vasopressin causes diabetes insipidus. Next gland is thyroid gland which secrete triiodothyronine, thyroxine and calcitonin. Disorders due to hypersecretion of thyroxine causes hyperthyroidism or Graves' disease.
and disorders due to hyposecretion of thyroxine that causes hypothyroidism, that is cretinism in children and myxedema in adult. Next gland is parathyroid gland, which secrete parathormone. Next gland is adrenal gland or suprarenal gland. It secretes glucocorticoids, example cortisone, mineralocorticoid, example aldosterone, sex steroids, example progesterone, estrogen and androgen, then adrenaline. Glucocorticoids are secreted from adrenal cortex. Its hypersecretion causes Cushing's syndrome and hyposecretion causes Addison syndrome. Next gland is pancreas. It secretes glucagon, insulin and somatostatin. Hyposecretion of insulin causes diabetes mellitus. Next gland is testis, which secretes testosterone. It is a male sex hormone. Next ovary, which secretes progesterone. It is a female sex hormone. Now we will discuss about drug used in epilepsy. First one, grand mal epilepsy. The drugs are phenytoin sodium, sodium valproate and carbamazepine. Next, petit mal epilepsy. The drugs are ethosuximide and sodium valproate. The third, status epilepsy. Drug of choice diazepam. കുറച്ച് പോയിൻറ്റ്സ് കൂടി നമുക്ക് കവർ ചെയ്യാം. നാളെ ഒരു പക്ഷേ അത് നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ സഹായകരമായി തീരും. Antifungal agents, amphotericin B, griseofulvin and nystatin are antifungal agent. Acid resistant penicillins are phenoxymethyl penicillin or penicillin V and phenoxyethyl penicillin. Broad spectrum penicillins are ampicillin, amoxicillin and chloramphenicol. Then penicillinase resistant penicillins are cloxacillin, dicloxacillin, flucloxacillin, methicillin, nafcillin, oxacillin. Penicillins with beta lactamase inhibitors. Examples: amoxicillin plus clavulanic acid, ticagrelin plus clavulanic acid. Broad spectrum anthelmintic is mebendazole. Broad spectrum antifungal drugs are ketoconazole and fluconazole. Drug of choice for gout is colchicine. Drug of choice for typhoid fever is chloramphenicol. Drug of choice for the leprosy is DDS or dapsone. Drug of choice for filariasis is diethyl carbamazine citrate. Drug of choice for Parkinsonism is levodopa. Drug of choice for amoebiasis and trichomoniasis is metronidazole. Drug of choice for myasthenia gravis is neostigmine bromide. Drug of choice for epilepsy is phenytoin. Drug of choice for status epilepsy is injection diazepam. Polysaccharide, which are used as an emulsifying agent in oil in water type emulsion, are acacia, tragacan, sodium alginate, starch, pectin and agar. The sterols containing substances which is used as an emulsifying agent in water in oil type emulsion are beeswax, wool fat, wool alcohol. Then semi-synthetic polysaccharide used as emulsifying agent in oil in water type emulsion are methyl cellulose and sodium carboxymethyl cellulose. Surface active agents or surfactants are three types: anionic surfactant, cationic surfactant and non-ionic surfactant. Sodium lauryl sulfate, calcium soap, ammonium soap, alkali metals and emulsifying wax are examples of anionic surfactant. Quaternary ammonium compounds like cetrimide and cetrimide emulsifying wax are cationic surfactant. Three types of joints are present in human skeletal system. These are fibrous or immovable joints, cartilaginous or slightly movable joints, synovial or freely movable joints. Bone of skull, teeth in the socket. These are examples of fibrous or immovable joints. Pubic joint, intervertebral joints are the examples of cartilaginous joints. 6 types of synovial joints are there. First one is gliding joints. Example: carpal joints in the hand, tarsal joints in the foot.
Second, ball and socket joint. Example, hip joint and shoulder joint. Third one, saddle joint. Example, thumb joint. Fourth one, pivot joint. Example, movement of the head. Fifth one is hinge joint. Example, elbow joint and knee joint. Then sixth one is condyloid joint. Example, wrist joint. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും കഴിഞ്ഞ എപ്പിസോഡുകളിൽ കവർ ചെയ്യാൻ പറ്റാത്ത കുറേ പോയിൻറ്റ്സുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം കൂട്ടി എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഇനി വരും എപ്പിസോഡുകളിലും നമുക്ക് കാണും വരേക്കും ബൈ. എല്ലാവർക്കും വിജയാശംസകൾ.